അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ല തഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും ജീവിതം തന്നെ നന്മയിലൂടെ വഴി നടത്താനും സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആഫിയത്തും ആരോഗ്യവും നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസത്തെ 24 മണിക്കൂർ നമ്മളെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാകൽ ആവശ്യമാണ്. രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്നു, നല്ലൊരു സമയം നമ്മൾ ഉറങ്ങുന്നു. അതുപോലെ പകൽ നാം പല ജോലികളിൽ ഏർപ്പെടുന്നു. ഇങ്ങനെ നമ്മുടെ 24 മണിക്കൂറിലെ നമ്മുടെ സമയങ്ങളെ നാം ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങളിലേക്ക് നമ്മളൊക്കെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, രാത്രിയിലെ ഒരു സമയമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് അറിയിച്ചു തന്ന ഒരു സമയമാണ്. പുണ്യനബിതങ്ങൾ നമ്മളോട് വളരെ താല്പര്യത്തോടെ പറഞ്ഞ ഒരു സമയം. സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ലൈലി ലസാഅത്തിൻ, രാത്രിയിൽ ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ, ആ സമയത്തോട് ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ യോജിച്ചു വന്നാൽ, യസ്അലുല്ലാഹ ഖൈറൻ മിൻ അംരി ദുനിയാ വൽ ആഖിറ, എന്നിട്ട് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്താൽ, ഇല്ലാ അഅ്താഹു ഇയ്യാഹു, അതല്ലാഹു അവന് കൊടുത്തിട്ടല്ലാതെ അവന് കൊടുക്കും അള്ളാഹു. വദാലിക കുല്ല ലൈലത്തിൻ, അതെല്ലാ രാത്രിയിലുമുണ്ട്. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു ഹദീസാണ്. അഥവാ എല്ലാ രാത്രിയിലുമുള്ള ഒരു സമയം, ലസാഅത്ത്, സമയം ഉണ്ട്, ഉറപ്പാണ്, സംശയമില്ല. ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യം ഏതൊരു മനുഷ്യൻ ആ സമയത്ത് ചോദിക്കുന്നോ, അല്ലെങ്കിൽ അവൻ്റെ ചോദ്യം ആ സമയത്തോട് യോജിച്ചു വന്നോ, എന്നാൽ അല്ലാഹു തആല അവൻ ചോദിച്ചത് മുഴുവൻ കൊടുക്കും. ഇത് ഉറപ്പാണ്, സത്യമാണ്. കാരണം ഒരിക്കലും കളവ് പറയാത്ത നാവ് കൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്.
അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ള വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതൊക്കെ വഹിയാണ്. നബി തങ്ങൾ ഒരിക്കലും കളവ് പറയൂല, സത്യമേ പറയൂ. റസൂൽ അള്ളാഹു എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുക. അപ്പോൾ ഇതെല്ലാ രാത്രിയിലുമുണ്ട്. സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ്. എല്ലാ രാത്രിയിലുമുണ്ട്, എല്ലാ രാത്രിയിലുമുണ്ട് ഈ ഒരു കാര്യം. ആ രാത്രിയിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു കേൾക്കും. ദുന്യാവിൻ്റെ കാര്യമാകട്ടെ ആഖിറത്തിൻ്റെ കാര്യമാകട്ടെ, എന്തൊരു കാര്യം ആ ഒരു സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം ആ സമയത്തോട് യോജിച്ച് വന്നാൽ അള്ളാഹു അതിനിക്ക് ഉത്തരം നൽകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മാത്രമല്ല, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഇദാ മളാ ശത്റുൽ ലൈൽ, രാത്രിയുടെ പകുതി പിന്നിട്ടാൽ, അല്ലെങ്കിൽ ഔ സുൽസാഹു, രാത്രിയുടെ പകുതി 3 ഭാഗമാക്കി അതിൻ്റെ ആദ്യത്തെ 2 ഭാഗം പിന്നിട്ടാൽ, അപ്പോൾ ഏകദേശം സുബഹിയോടടുത്ത സമയം, തഹജ്ജുദിൻ്റെ സമയം, നമുക്ക് ഒന്നും കൂടെ എളുപ്പമായി. ഹദീസിൻ്റെ തുടക്കം എങ്ങനെയാണ്? രണ്ടാമത്തെ ഒരു ഹദീസിൻ്റെ തുടക്കം രാത്രി പകുതി കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ രാത്രിൻ്റെ 3/2 ഭാഗം പിന്നിട്ടാൽ, യൻസിലുല്ലാഹു തബാറക വതആല, അല്ലാഹു തആല ഇറങ്ങി വരും, ഇലാ സമായി ദുനിയ, ഈ കാണുന്ന ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹു ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മുടെ ദുആ കേൾക്കും എന്നർത്ഥം. ഫയഖൂലു, അള്ളാഹ് ചോദിക്കുകയാണ്, അൽ മിൻ സായിലിൻ യൂതാ, ആരാണ് ചോദിക്കുന്നത്? അവന് കൊടുക്കാൻ ഞാൻ, അവൻ നൽകപ്പെടും. ഹൽ മിൻ ദാഇൻ യുസ്തജാബു ലഹു, ആരാണ് ദുആ ചെയ്യുന്നത് അവൻ്റെ ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടും. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ യുഗ്ഫറു ലഹു, ആരാണ് പൊറുക്കലിനെ തേടുന്നത് അവനിക്ക് പൊറുക്കപ്പെടും. ഹത്താ യൻഫജിറ സുബ്ഹ്, സുബ്ഹ് വെളിപ്പെടുന്നത് വരെ ഈ ഒരു സമയം ഉണ്ടാവും. സുബ്ഹ് ബാങ്ക് വിളിക്കുന്നത് വരെ ഈ ഒരു സമയമുണ്ടാകും എന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം പ്രിയപ്പെട്ടവരെ. തഹജ്ജുദ് നിസ്കാരം നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.